വിവരങ്ങളിലേക്ക് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന കോൺഗ്രസിന്റെ തീരുമാനം മൃദു ഹിന്ദുത്വ നിലപാടാണെന്ന് മുഖപത്രത്തിൽ വിമർശനം. യെച്ചൂരിയും ഇടതു പാർട്ടികളും കാണിച്ച ആർജവം സോണിയയും പ്രകടിപ്പിക്കണമെന്നും അല്ലെങ്കിൽ മതേതര ചിന്തയുള്ളവർ രാഷ്ട്രീയ ബദലുകൾ തേടുമെന്നും മുഖപത്രത്തിൽ. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. ഷെയ്ദ്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, വളരെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് കൂടിയാണ് സമസ്ത അറിയിക്കുന്നത്. ഇത്തരത്തിൽ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള ആർജവം സോണിയാഗാന്ധി പ്രകടിപ്പിച്ചില്ലെങ്കിൽ മതേതര ചിന്തയുള്ളവർ രാഷ്ട്രീയ ബദലുകൾ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം. എന്താണ് മുഖപത്രത്തിന്റെ പൂർണ്ണരൂപം? പക്ഷേ തീർച്ചയായും അതിരൂക്ഷമായ വിമർശനം ഇപ്പോൾ സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുന്നോട്ട് വെക്കുന്നു. സമസ്തയുടെ തന്നെ ഔദ്യോഗിക നിലപാടായി ഇതിനെ നമുക്ക് കരുതേണ്ടി വരും. അതായത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് ക്ഷേത്ര കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിനും സമാനമായ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത അതിരൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വരുന്നത്. കുറച്ചു കാലങ്ങളായി കോൺഗ്രസ് തുടരുന്ന മൃദുഹിന്ദുത്വ സമീപനത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇപ്പോഴുള്ള നിലപാട്. അത് ശക്തമായ പ്രതിഷേധം, അല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ നിന്നും അടിയന്തരമായി കോൺഗ്രസ് നേതൃത്വം പിൻവാങ്ങണം, പുനരാലോചന നടത്തണം. കഴിഞ്ഞ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ഇത്തരം മൃദുഹിന്ദുത്വ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അയോധ്യ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ഒരു നേട്ടമായി അവതരിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും കമൽനാഥിനെ പോലെയുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കോൺഗ്രസ് ഇതിൽ നിന്നും പിൻവാങ്ങണം. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും CPM, CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സമാനമായ ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവർ അതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. യെച്ചൂരി എടുത്ത തീരുമാനത്തിന്റെ ആർജവം സോണിയ ഗാന്ധിയും പ്രകടിപ്പിക്കണം എന്ന് മുഖപത്രം വ്യക്തമാക്കുന്നു. അതല്ലെങ്കിൽ ഒരു മതേതര ചിന്തയുള്ളവർ രാഷ്ട്രീയ ബദലുകൾ തേടുമെന്നുള്ള സൂചനയാണ് ഈ മുഖപത്രത്തിലൂടെ സംസ്ഥ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ